ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ആക്ച്വലി ഫെബ്രുവരി 15th ആയി അല്ലേ? അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ വരുന്ന 15 days, ഓക്കെ, അടുത്ത 15 ദിവസത്തിൽ ഓക്കെ നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, നിങ്ങൾക്ക് സംതിങ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഓക്കെ, സംതിങ് ഒരു പ്രതീക്ഷിക്കാത്തത് എന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് എന്തോ നിങ്ങളുടെ ടുവേർഡ്സ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അത് നമുക്ക് എന്താണ് എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഓക്കെ, അടുത്ത 15 ദിവസത്തിൽ നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഒരു കാര്യം എന്താണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ 2 പൈൽ വെച്ചിട്ടുണ്ട്. സോ പൈൽ 1 ആൻഡ് പൈൽ 2 നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പൈൽ 1 യെല്ലോ സ്മൈലി. ഓക്കെ, ഇതിപ്പോൾ എപ്പോഴും ഇവിടെ കയ്യിൽ അടുത്തിരിക്കുന്നുണ്ട്, അതുകൊണ്ട് അത് യൂസ് ചെയ്യുന്നത്. ഓക്കെ, രണ്ടാമത്തത് സെക്കൻഡ് പൈൽ 2 നമ്മുടെ പിങ്ക് കളർ. ഓക്കെ, സോ നിങ്ങൾക്കിത് ചൂസ് ചെയ്യാം ഏതാ വേണ്ടതെന്ന്. ഓക്കെ, പൈൽ 1 പൈൽ 2. ഞാൻ പൈൽ 1 സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ജസ്റ്റ് ഗൈഡൻസ് മെസ്സേജ് ആയിട്ടാണ്. ആൻഡ് നിങ്ങൾക്ക് എന്താണ് വരാൻ പോകുന്നത് അടുത്ത 15 ദിവസത്തിൽ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ പൈൽ 1 എന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കാണുന്നുണ്ടാവും. ഓക്കെ, പൈൽ 1കാർക്ക് നിങ്ങൾക്ക് നെക്സ്റ്റ് 15 days എന്താണ് വരുന്നത് നോക്കാം. നെക്സ്റ്റ് 15 days വ്യൂവേഴ്സിന്. ഓക്കെ, 10 of cups, king of cups and 9 of swords. Okay, release. Okay, very nice. Oh wow, beautiful. See, ഇവിടെ 2 തരത്തിൽ എനിക്ക് തോന്നുന്നുണ്ട്. ഒന്ന്, നിങ്ങളുടെ ലൈഫിൽ ഓക്കെ നിങ്ങൾക്ക് ഫാമിലി വൈസ് നിങ്ങൾക്കൊരു സന്തോഷം വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഫാമിലി ചിലപ്പോൾ മാരേജ് ആയിരിക്കാം, കുറച്ച് പേർക്ക് മാരേജ് ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളെ ഒരു പേഴ്സണുമായിട്ട് നിങ്ങളുടെ ഫാമിലിയുമായിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. വളരെയധികം ഇമോഷണലായിട്ട് ഫീൽ ചെയ്യുന്ന രീതിയിൽ, അതായത് നിങ്ങളെ ഒരുപാട് കെയർ ചെയ്യുന്ന ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അതിപ്പോൾ നിങ്ങളുടെ ഏത് പാർട്ട്ണർ, ലേഡീസ് ആയാലും ജെൻസ് ആയാലും നിങ്ങൾ അങ്ങോട്ട് മാറ്റിക്കോളൂ. ഓക്കെ, ഒരു പാർട്ട്ണർ നിങ്ങളുടെ ലൈഫിൽ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈവൻ ഓൾറെഡി ഉള്ള പാർട്ട്ണർ ആണെങ്കിലും ഓക്കെ നിങ്ങൾ തമ്മിൽ വളരെയധികം സ്നേഹത്തോടെ സമയം സ്പെൻഡ് ചെയ്യുന്നതായിട്ടാണ്. ഫാമിലി ഹാപ്പിനെസ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്ന ഓക്കെ, ആക്ച്വലി വാലന്റൈൻ മന്ത് ആണ്. സോ അതിൻ്റെ ആയിരിക്കാം എനർജി. ഓക്കെ, സോ നിങ്ങൾക്ക് എനിവേ ഓവറോൾ നിങ്ങൾക്കൊരു സന്തോഷം ഫീൽ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ മേ ബി നിങ്ങൾ തമ്മിൽ കുറച്ചായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളോ പാർട്ട്ണറുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസോ അങ്ങനെയൊക്കെ, ഈവൻ ഫാമിലി കേട്ടോ. ഓക്കെ, നിങ്ങൾ പാരൻസ്, ബ്രദർ സിസ്റ്റർ ആയിട്ട് ആരായിട്ടായാലും ഫ്രണ്ട്സ് ആയിട്ടായാലും ഈവൻ നമുക്ക് എല്ലാ രീതിയിലും എടുക്കാൻ പറ്റും. സോ ഇവിടെ നിങ്ങളുടെ അനുസരിച്ച് നിങ്ങൾ എടുക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരു കുറച്ചായിട്ടൊരു എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റ് ഒക്കെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐ തിങ്ക് അതൊക്കെ ബെറ്റർ ആവുന്ന രീതിക്കായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ടെൻഷൻ മാറുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ഇവിടെ ടെൻഷനാണ്, കുറച്ച് നെഗറ്റിവിറ്റി ഉണ്ട്, നിങ്ങളുടെ മനസ്സിൽ നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്, ടെൻഷൻ ഉണ്ട്, ഉറക്കം വരാത്ത രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു എൻഡിങ് ആണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ആ ടെൻഷൻ റിലീസ് ചെയ്ത് കളയാനാണ് യൂണിവേഴ്സ് പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് പറയുന്നത് ഓക്കെ, മനസ്സിൽ എന്തെങ്കിലും അങ്ങനത്തെ നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റിക്കളയൂ. ബിക്കോസ് ഇവിടെ എനിക്കെല്ലാം പോസിറ്റീവായിട്ടാണ് കിട്ടുന്നത്. യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ പോസിറ്റീവ് കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ ഒരുപാട് ടെൻഷനൊക്കെ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ മനസ്സിലെ ചിന്തകളാണ്, ഓവർ തിങ്കിങ് ആണ്, നിങ്ങൾക്ക് കുറച്ച് നെഗറ്റീവ് തോട്ട്സ് വരുന്നതാണ്. കാരണം ചില സമയത്ത് നമുക്ക് ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിച്ച കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഹാർട്ട് ഓപ്പൺ ആവാതെ നിങ്ങൾക്ക് ആ ഒരു വിശ്വസിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയില്ല, ആ രീതിക്ക് ചിലപ്പോൾ നിങ്ങൾ ആയിപ്പോയതായിരിക്കാം. ബട്ട് യൂണിവേഴ്സ് പറയുന്നത് ട്രസ്റ്റ് ചെയ്യാം എന്ന രീതിക്കാണ്. നിങ്ങൾക്ക് നല്ലത് വരാൻ പോകുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് റിലീസ് യുവർ ടെൻഷൻ, റിലീസ് യുവർ നെഗറ്റിവിറ്റി, റിലീസ് യുവർ വറീസ് എന്ന രീതിക്കാണ് പറയുന്നത്. ഓക്കെ, മനസ്സിലാതെ നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടി നെഗറ്റീവ് വരുത്തണ്ട എന്നുകൂടിയാണ് ഒരു ഒപ്പീനിയൻ ഇവിടെ. എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിങ്ങൾ ഓക്കെ കുറച്ച് പേർക്ക് മേ ബി നിങ്ങളുടെ ലൈഫിൽ 2 വ്യക്തികൾ വരുന്നതായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ അതിൽ നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കേണ്ടി വന്നേക്കാം. കുറച്ച് പേർക്ക്, കാരണം ഇവിടെ ഒരു ചോയ്സിൻ്റെ കാര്യവുമുണ്ട് ലവേഴ്സ് എന്ന് പറയുമ്പോൾ, ആൻഡ് ഇവിടെ 2 വ്യക്തികളുടെ ഒരു എനർജി ഉണ്ട്. സോ മേ ബി നിങ്ങളുടെ ലൈഫിൽ 2 വ്യക്തികൾ വരാനുള്ളൊരു സാധ്യത കൂടിയാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഓക്കെ കാര്യങ്ങൾ നല്ല ഒരു ആക്ഷൻ എടുക്കുന്ന, നിങ്ങളുടെ പേഴ്സൺ ഒരു ആക്ഷൻ എടുക്കുന്ന ആയിട്ട് കാണുന്നുണ്ട്. ഹോൾഡ് ബാക്ക് ചെയ്ത് കുറച്ചുകൂടി പുറത്തേക്ക് വരും. അവരുടെ ഇമോഷൻസ് പുറത്ത് കാണിക്കുന്ന രീതിയിലൊക്കെയാണ് കാണുന്നത്. ബട്ട് ഇത് ഫാമിലി വൈസ് ആണ് എനിക്ക് കൂടുതലും എനർജി വന്നിട്ടുള്ളത്. ഫാമിലി അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന രീതിക്കാണ് കൂടുതലും കാണുന്നത്. ഇവിടെ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ട്സ് ഉണ്ട്. സോ അതിനെ റിലീസ് ചെയ്ത് കളയൂ എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇവിടെ അഗൈൻ ലവേഴ്സും കൂടിയാണ്. സോ ഇന്ന് വളരെയധികം ഇത് ഒരു റൊമാൻറ്റിക്കിൻ്റെ ഫീലിംഗ് ആണ്. സോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ കുറച്ച് സന്തോഷങ്ങൾ വരുന്നതായിട്ടാണ്, അതൊരു പേഴ്സണുമായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ,
ഐ തിങ്ക് ഇവിടെ ജസ്റ്റ് ജനറലായിട്ട് ഞാൻ ഒന്ന് പറയാൻ ശ്രമിക്കുകയാണ്. ജനറലായിട്ട് പറയുകയാണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ഓവറോൾ ഒരു സന്തോഷം എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ സന്തോഷങ്ങൾ അനുഭവിക്കുന്നതായിട്ട് ഫാമിലിയുടെ കൂടെ ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ നിങ്ങൾ എൻജോയ് ചെയ്യുന്ന തരത്തിലൊക്കെ കാണുന്നുണ്ട്. ആൻഡ് ഇവിടെ അഗെയിൻ ഇവിടെ നിങ്ങളോടും പറയുന്നത് ഇവിടെ നിങ്ങൾ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് നിൽക്കൂ എന്ന രീതിക്ക്. അത് ഇമോഷൻസ് നിങ്ങളെ ഒരുപാട് നെഗറ്റീവ് ആക്കുന്നുണ്ടാവും. കാരണം നിങ്ങൾ വളരെ ഇമോഷണൽ വ്യക്തിയാണെങ്കിൽ, ഇത് നിങ്ങളുടെ എനർജി ആയിട്ട് ഞാൻ എടുക്കുകയാണെങ്കിൽ നിങ്ങൾ വളരെയധികം ഇമോഷണൽ വ്യക്തികളായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ കാര്യത്തിനെക്കുറിച്ച് ഓർത്തിട്ടും നിങ്ങൾക്ക് എപ്പോഴും ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഫീൽ ചെയ്യുന്ന പോലെയാണ്. ബിക്കോസ് നിങ്ങൾക്കൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, നിങ്ങൾ ഹേർട്ട് ആവോ എന്നുള്ളൊരു പേടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻ അങ്ങനെ ഇതായിട്ട് അത് പക്ഷെ നിങ്ങൾ ചിന്തിച്ച് കൂട്ടുന്നതാണ് എന്നുള്ളതാണ്. ഓക്കെ, വെറുതെ നമ്മൾ ചിന്തിച്ച് കൂട്ടി ഓവർ ആക്കുന്നതാണ് എന്നാണ് പറയുന്നത്. സോ അതിനെ റിലീസ് ചെയ്ത് കളയാൻ സെയിം തിങ് തന്നെയാണ് ഇവിടെയും വരുന്നത്. അപ്പം നിങ്ങളോട് പറയുന്നത്, അപ്പോൾ ജനറലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടി ഇമോഷണൽ മാറിയിട്ട് കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആവൂ എന്നുകൂടിയാണ് പറയുന്നത്. ഓവർ ഇമോഷണൽ ആവണ്ട എന്ന രീതിക്ക് പറയുന്നുണ്ട്. ഇമോഷണൽ ആകുമ്പോഴാണ് നമ്മൾ വല്ലാതെ ചിലപ്പോൾ ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. ഓക്കെ, ഓവർ തിങ്കിങ്ങിലേക്കൊക്കെ പോകുന്നത്. സോ കുറച്ചുകൂടി പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക. നിങ്ങളുടെ ലൈഫിലും ആക്ച്വലി ജനറലായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈഫിൽ ഹാപ്പിനെസ് കാണുന്നുണ്ട്. ബട്ട് അവിടെ നിങ്ങൾ ലേശം ഒന്ന് പ്രാക്ടിക്കൽ ആവാൻ തുടങ്ങൂ എന്നാണ്. ഓക്കെ, ഇത് ഫസ്റ്റ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് കുറച്ച് ഗൈഡൻസ്, വിസ്ഡം, ആക്ച്വലി ഗ്രാറ്റിറ്റ്യൂഡ് ആൻഡ് വൺ മോർ പ്ലീസ്, എൻലൈറ്റൻമെൻറ്റ്. രണ്ടും ഓക്കെ, വിസ്ഡം ആൻഡ് എൻലൈറ്റൻമെൻറ്റ് വന്നിട്ടുണ്ട് ഇവിടെ. ആക്ച്വലി ക്രിയേഷൻ ഇത് എനിക്ക് പെട്ടെന്ന് പ്രഗ്നൻസിയുടെ പോലെ തോന്നി. അങ്ങനെ അല്ലെങ്കിൽ പോലും എനിക്കതൊരു പ്രഗ്നൻസിയുടെ ഒരു എഫക്റ്റാണ് പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. സോ ഫാമിലി എന്നുള്ളത് കണ്ടിരുന്നു. സോ കുറച്ച് പേർക്ക് നിങ്ങൾക്കൊരു ഫാമിലി, കുട്ടികൾ, അങ്ങനത്തെ കാര്യങ്ങൾ, മാരേജൊക്കെ പോസിബിലിറ്റി കാണുന്നുണ്ട്. അഗെയിൻ ഇവിടെ വിസ്ഡം പറയുന്നുണ്ട്. വിസ്ഡം ആൻഡ് എൻലൈറ്റൻമെൻറ്റ് രണ്ടും ഒരേ കാര്യമാണ് അല്ലേ. നമ്മൾ കാര്യങ്ങൾ ബെറ്റർ. അതിൻ്റെ ഇവിടെ കിങ് ഓഫ് സോഡ്സും നമ്മൾ അത് തന്നെയാണ് പറയുന്നത്, നോളജാണ്. ഓക്കെ, വളരെയധികം അറിവുള്ള വ്യക്തി എന്ന രീതിക്കാണ്. സോ നിങ്ങളോട് പറയുന്നത് കാര്യങ്ങളൊക്കെ നല്ലോണം മനസ്സിലാക്കുക, പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കുക, മാത്രമല്ല എല്ലാത്തിനെക്കുറിച്ചും നിങ്ങൾ ഡീറ്റെയിൽസ് അന്വേഷിച്ച് മനസ്സിലാക്കുക എന്ന രീതിയിലൊക്കെയാണ്. സോ അഗെയിൻ ഇവിടെ വിസ്ഡം ആൻഡ് എൻലൈറ്റൻമെൻറ്റ് രണ്ടും ഉണ്ട്. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ തിരിച്ചറിയും എന്ന രീതിക്കാണ്. എന്ന് മാത്രമല്ല ക്ലാരിറ്റി കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾക്ക് ഒരുപാട് അതിനുവേണ്ടി നിങ്ങൾ കുറച്ചുകൂടി പഠിക്കാനോ ഒന്നുമില്ലെങ്കിൽ ശരിക്കും ആക്ച്വൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കാനുള്ളതായിരിക്കാം ഇവിടെ പറയുന്നത്. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ശരിക്കും യൂണിവേഴ്സായിട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഒരു താങ്ക്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഓക്കെ, യൂണിവേഴ്സിനോട് നിങ്ങൾക്ക് താങ്ക്സ് ആക്ച്വലി നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബിക്കോസ് ഇവിടെ അഗെയിൻ ഇതും നമ്മൾ രണ്ടുപേരും നിൽക്കുന്നുണ്ട്. ആൻഡ് മേ ബി ഇതും കണ്ടതുകൊണ്ടായിരിക്കാം എനിക്ക് ആ ഒരു പ്രഗ്നൻസിയുടെ ഫീൽ ചെയ്ത്. ഓക്കെ, എവിടെ ഒരു പ്രഗ്നൻസിയുടെ കാര്യം നിങ്ങൾക്ക് കുട്ടികൾ, പ്രഗ്നൻസി, ഫാമിലി എന്ന രീതിക്ക്, മാരേജ് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് വളരെ താങ്ക്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യും. ഇതും നമ്മളിവിടെ ഹാപ്പി ഫാമിലി എന്ന് പറയുന്നു. സോ ഫാമിലി ലൈഫ്, നിങ്ങളുടെ ഒരു സന്തോഷം നിങ്ങൾക്ക് ഫീൽ ചെയ്യും, സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ആൻഡ് അതിനൊക്കെ നിങ്ങൾ യൂണിവേഴ്സിനോട് നന്ദി പറയുന്ന രീതിക്ക് നിങ്ങളുടെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് അങ്ങനെ വരും എന്നാണ് പറയുന്നത്. ഓക്കെ, ചില കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ടെൻഷൻ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതൊക്കെ ക്ലിയർ ആയി പോവും. ആൻഡ് അതിനുശേഷം നിങ്ങൾക്ക് ഒരു സന്തോഷവും സമാധാനവും ഫീൽ ചെയ്യുമെന്നാണ്. ഓക്കെ, സോ പൈൽ 1 നമുക്കതാണ് മെസ്സേജ് വന്നത് ഇന്നത്തെ. പൈൽ 2 ലീവാം. Okay, let's see. Pile 2. Pile 2 ചൂസ് ചെയ്ത ആൾക്കാർക്ക് ഫിഡ്ജറ്റ് സ്പിന്നർ. ഞാനെപ്പോഴും അതിൻ്റെ പേര് പെട്ടെന്ന് എൻ്റെ വായിൽ ഓർമ്മയെ വരില്ല. ഓക്കെ, ഫിഡ്ജറ്റ് സ്പിന്നേഴ്സ്. ഓക്കെ, നമുക്ക് പിങ്ക് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് നിങ്ങൾക്ക് എന്താണ് നെക്സ്റ്റ് 15 ഡേയ്സിൽ എന്താ വരാൻ പോകുന്നത് നമുക്ക് നോക്കാം. അടുത്ത 15 ഡേയ്സ് നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും, എന്താ വരാൻ പോകുന്നത്? സംതിങ് കമ്മിങ്. എന്താണ് വരുന്നത്? കിങ് ഓഫ് വോൺസ്, എംപ്രസ്, വെരി നൈസ്, ആൻഡ് പേജ് ഓഫ് സോഡ്സ് ആണ്. ഓക്കെ, എംപ്രറും ഉണ്ട് ഇവിടെ. വാവ്. അഗെയിൻ ഇവിടെ ആക്ച്വലി എനിക്ക് കുറച്ചുകൂടി കരിയറിൻ്റെ കാര്യത്തിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, കരിയറിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് വരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. ഓക്കെ, എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ചേഞ്ച് നിങ്ങൾക്ക് വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ മേ ബി ചില കാര്യങ്ങൾ ക്ലാരിറ്റി കിട്ടും എന്നുമാണ്, നിങ്ങൾ ചിലത് മനസ്സിലാക്കും എന്നുണ്ട്, അല്ലെങ്കിൽ ചില സത്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുന്ന രീതിക്കും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാരിറ്റി വരുന്ന പോലെയാണ്. എന്ന് മാത്രമല്ല ഒരു ഇൻഫർമേഷൻ, അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന രീതിക്കൊരു അതാണ് കാണുന്നത്. ട്രൂത്ത്ഫുൾ, അനാലിറ്റിക്കൽ. ഇവിടെ ഏത് രീതിയിലാണ് നിങ്ങൾക്കത് മാച്ച് ആവുക എന്നാണ് ഞാൻ നോക്കുന്നത്.
ആക്ച്വലി കപ്പിളായിട്ടുണ്ട് ഇവിടെ. എംപ്രസ് എംപറർ ഉണ്ട്, കിങ് ആൻഡ് ക്വീൻ ഓഫ് വോൺസ് ഉണ്ട്, രണ്ടും ഉണ്ട്. സോ ഇവിടെ ഒരു കപ്പിൾ എനർജി ഉണ്ട്. സോ റിലേഷൻഷിപ്പിൻ്റെ കാര്യമായിരിക്കാം. റിലേഷൻഷിപ്പ് മാത്രമല്ല, ഇതെനിക്കൊരു കരിയറിൻ്റെ കാര്യം കൂടി ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പറയാം, ഒരു സെക്കൻഡ് ഇതുകൂടി ഒന്ന്. ഓക്കെ, ഐ തിങ്ക് നിങ്ങൾ കുറച്ചുകൂടി ഇൻഫർമേഷൻ കിട്ടുന്ന പോലെയാണ്. നിങ്ങൾ ചില കാര്യങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കുന്ന പോലെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡ്രീംസ് നിങ്ങൾക്ക് ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനൊരു ആക്ഷൻ എടുക്കാൻ നിങ്ങൾ തയ്യാറാവുന്ന രീതിയിൽ കാണുന്നുണ്ട്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഓക്കെ നിങ്ങളുടെ ചിന്തകളെ നിങ്ങൾ ആക്ഷനിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന പോലെയാണ്. ഓക്കെ, ഇത് നമ്മൾ ചിന്തകളെ കുറിച്ചാണ് പറയുക. അതിൻ്റെ ഇവിടെ ആക്ഷൻ എന്ന രീതിക്ക് എടുക്കാം. സോ നിങ്ങൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിലൊരു ഐഡിയ ഉണ്ടെങ്കിൽ ആ ഐഡിയ നിങ്ങൾ കുറച്ചുകൂടി നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കൊണ്ടുപോകുന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് എന്തെങ്കിലുമൊക്കെ ആക്ഷൻ എടുക്കും. അതായത് ഇപ്പോൾ കരിയറിന് വേണ്ടിയിട്ടായിരിക്കാം, ബിസിനസ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ലൈക്ക് നിങ്ങൾക്ക് കഴിവുകൾ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ആ ടാലൻസിനെ ആയിരിക്കാം ഇവിടെ നിങ്ങൾ എന്തെങ്കിലും കുറച്ചുകൂടി നിങ്ങൾക്ക് അതിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഞാൻ റിലേഷൻഷിപ്പ് പിന്നെ പറയാം. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് അഗൈൻ ഗ്രോത്ത് ആണ് കാണുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രോത്ത് എന്ന രീതിക്കാണ്. അതായത് നിങ്ങളുടെ ലൈഫിൽ അബണ്ടൻസ് എന്ന രീതിക്കാണ് നമ്മൾ പറയാം. ഓക്കെ, നിങ്ങൾ സ്വയം നിങ്ങൾ ലൈഫിൽ നിങ്ങൾക്ക് പണം കൊണ്ടായാലും കരിയറിലായാലും എല്ലാത്തിലും നിങ്ങളൊരു നല്ല ലെവലിലേക്ക് എത്തുന്ന പോലെ. ഈവൻ ഫാമിലി വൈസ് ഉണ്ട് ഇവിടെ. ഓക്കെ, ഫാമിലി കുട്ടികൾ എന്ന രീതിക്കൊക്കെ ഉണ്ട്. സോ നിങ്ങൾക്ക് എല്ലാവരും ടേക്ക് കെയർ ചെയ്യുന്ന രീതിയിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റും ഒരു ഗ്രോത്ത് തന്നെ വരുമെന്ന രീതിയാണ്. എല്ലാവരും, നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ കൂടെ ഉള്ളവരും ഒക്കെ ബെനിഫിറ്റ് ചെയ്യുന്ന തരത്തിലാണ്. അങ്ങനെ ഒരു ഗ്രോത്താണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് ഇവിടെ നിങ്ങളത് എന്തെങ്കിലും നിങ്ങളുടെ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങളോട് ഫോളോ ചെയ്യാൻ പറയുന്നുണ്ട് യൂണിവേഴ്സ്. ഓക്കെ, ഇവിടെ ഒരു ആക്ച്വലി കരിയർ ഗ്രോത്ത് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. കരിയറിൽ പ്രൊമോഷൻ, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാണെങ്കിലും ശരി, അതിൽ കുറച്ചുകൂടി നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ നിങ്ങളെല്ലാം ലീഡർഷിപ്പ് ലെവലിൽ നിന്ന് ഒരു ബിസിനസ് നടത്തുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈവൻ ഓഫീസിലായാലും നിങ്ങൾക്ക് ഒരു ചിലപ്പോൾ പ്രൊമോഷൻ കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി കാര്യങ്ങൾ നിങ്ങളെ ഏൽപ്പിച്ചിട്ട് നിങ്ങളോട് ചെയ്യാൻ പറയാം. ഇവിടെ ഫാമിലി പോലെ എന്ന് മാത്രമല്ല, ഇപ്പോൾ ഒരു അമ്മ കുട്ടിയെ കെയർ ചെയ്യുന്ന പോലെ ഇപ്പം നിങ്ങളോട് മേ ബി ഒരു കാര്യം നിങ്ങളെ ഏൽപ്പിക്കും. ഓക്കെ, ഏൽപ്പിച്ചിട്ട് നിങ്ങളത് ചെയ്യൂ എന്ന രീതിക്ക് ചിലപ്പോൾ നിങ്ങളെ ഏൽപ്പിക്കാം. അതായിരിക്കാം. സോ നിങ്ങളുടെ മേലെ റെസ്പോൺസിബിലിറ്റി, ഇത് രണ്ട് കാർഡ് നമുക്ക് അങ്ങനെ തന്നെ എടുക്കാം. നിങ്ങൾക്ക് ആ ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഉണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് എല്ലാവരെയും ഒത്ത് കൊണ്ടുപോകാനും നിങ്ങൾക്കുള്ള കഴിവുണ്ട്. സോ യെസ്, കരിയർ വൈസ് യെസ്, ഇവിടെ എനിക്ക് വളരെ നല്ല ഗ്രോത്ത് എന്ന രീതിക്കാണ് കാണുന്നത്. പ്രത്യേകിച്ച് നിങ്ങൾ എന്തെങ്കിലും സ്വന്തമായിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഹോബി ആയിട്ടൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ടാലൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഏർണിംഗ് മെത്തേഡ് നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യതയാണ്. ഇത് വേറൊരു തരത്തിൽ എനിക്ക് കണ്ടത് ഇവിടെ, കാരണം ഇവിടെ കപ്പിൾസ് ഒരുപാട് വന്നതുകൊണ്ട് എനിക്കിത് മാരേജിൻ്റെ കാര്യം കൂടി ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓൾറെഡി നിങ്ങളുടെ മാരേജ് അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടാവാം നിങ്ങൾ. ഓക്കെ, അതിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഇവിടെ എനിക്കൊരു കപ്പിൾ എന്ന രീതിക്ക് എനിക്ക് വരുന്നുണ്ട്. ഇത് രണ്ട് മോൺസ് ആണ്, കിങ് ആൻഡ് ക്വീൻ, ഇവിടെ എംപ്രസ് ആൻഡ് എംപറർ. സോ രണ്ടും വരുന്നുണ്ട്. സോ നിങ്ങളുടെ ലൈഫിൽ ഓക്കെ, പ്രത്യേകിച്ച് മാരേജിൻ്റെ കാര്യത്തിൽ, ഓക്കെ ഇഫ് യു ആർ മാരീഡ് ഓൾറെഡി, ഇപ്പോൾ നിങ്ങൾ മാരേജ് കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ, ഓക്കെ മേ ബി നിങ്ങൾക്ക് ആക്ച്വലി യെസ് ഇവിടെ കുട്ടികളുടെ കാര്യം വളരെ പ്രൊമനൻ്റ് ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് കുട്ടികളില്ല എന്നുള്ള വിഷമമുണ്ടെങ്കിൽ വളരെ ഇതായിട്ട് എവിടെയും ഡ്രീം എന്ന് കാണുന്നതിൻ്റെ ഡ്രീം നിങ്ങൾക്കൊരു കുട്ടിയുള്ളതായിരിക്കാം. ഇവിടെ ഒരു കുട്ടിയുണ്ട്. സോ രണ്ട് പേരിലും അത് വന്നു, എന്താണെന്നറിയില്ല. ഫാമിലി, കുട്ടികൾ എന്ന രീതിക്ക് ഒരു സ്പെസിഫിക് ആയിട്ട് വരുന്നുണ്ട് എല്ലാവർക്കും. എന്ന് മാത്രമല്ല, ഇവിടെ നിങ്ങൾ മാരേജിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ട്, എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിലും അത് സോൾവ് ആയിട്ട് ഇവിടെ നിങ്ങൾ തമ്മിൽ വളരെയധികം അടുപ്പം വരുന്നതായിട്ട്, ഓക്കെ നിങ്ങൾ തമ്മിൽ ഒരു റിന്യൂവൽ വരുന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. പാർട്ട്ണർ ഇപ്പോൾ മാരീഡ് ആവണം നിർബന്ധമില്ല. ഓക്കെ, ഈവൻ നിങ്ങളൊരു റിലേഷൻഷിപ്പ്, വളരെ സ്ട്രോങ് റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ കാലമായിട്ടൊക്കെ ഉള്ളതാണെങ്കിലും അതിനെയും ഓക്കെ ഒരു മേ ബി നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ ചിലപ്പോൾ കുറച്ച് പേർക്ക് മാരേജ് പോസിബിലിറ്റി, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് നിങ്ങളുടെ സിറ്റുവേഷനിൽ എന്തെങ്കിലും നിങ്ങൾ തമ്മിൽ അകൽച്ച വല്ലതും വന്നിട്ടുണ്ടെങ്കിൽ റിന്യൂവൽ കാണുന്നുണ്ട്. സോ വീണ്ടും ഒരു റീസ്റ്റാർട്ട് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, സോ രണ്ട് തരത്തിൽ ഞാൻ പറഞ്ഞു, കരിയർ ആൻഡ് റിലേഷൻഷിപ്പ് രണ്ടും വരുന്നുണ്ട്, എടുത്ത് പറയേണ്ടി വന്നു. ഓക്കെ, ലെറ്റ്സ് സീ. Forgiveness, yes, okay. ഞാൻ പറയില്ലേ, ചില സമയത്ത് നമ്മൾ കാർഡ്സിന് പല മീനിങ് എടുക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ നമ്മൾ ഇവിടെ പറയുന്ന സമയത്ത് അത് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ്. അല്ലാണ്ട് ഞാൻ ഇതിനെ തന്നെ നമുക്ക് പല മീനിങ് ആണ്. ഈ കാർഡ് നിങ്ങൾ ടാരോ ക്ലാസ് ഒക്കെ നിങ്ങൾ പഠിക്കാൻ ചേരുവാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരേ കാർഡിന് നമുക്ക് ഒരുപാട് മീനിങ്സ് എടുക്കാൻ പറ്റും. പക്ഷേ ഈ സമയത്ത് ഇപ്പം ഞാനത് നിങ്ങളുമായിട്ട് എവിടെയോ ഒരു എനർജറ്റിക്കലി കണക്ട് ചെയ്ത് ഞാൻ പറയാൻ ശ്രമിക്കുമ്പോൾ എവിടെയോ യൂണിവേഴ്സ് എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതാണ് പല കാര്യങ്ങൾ. നമ്മൾ ആ എനർജി പിക്ക് ചെയ്യുക എന്ന് പറയും. ഓക്കെ, ആ എനർജി പിക്ക് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് ഈ കാര്യങ്ങളാണ്. എൻ്റെ ഞാൻ ഇവിടെ പറഞ്ഞ കപ്പിൾ കാണുന്നുണ്ട്, നിങ്ങൾ റിലേഷൻഷിപ്പ് കാണുന്നുണ്ട്,
കാണുന്നുണ്ട്. സോൾമേറ്റ് വന്നു. ആൻഡ് മിറക്കിൾ കാണുന്നുണ്ട്. വെരി ഗുഡ്. വിക്ടിം ആൻഡ് സർവീസ്, ഓക്കെ അത് പോട്ടെ, നമുക്ക് വേണ്ട. ഇവിടെ എനിക്ക് അഗൈൻ ഫീൽ ചെയ്യുന്നത് ഒരു ഫൊർഗിവ്നെസ്സിൻ്റെ കാര്യമാണ്. സോ നിങ്ങൾ ആരെങ്കിലും നിങ്ങളോട് എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫൊർഗിവ്നെസ്സിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. അതായത് നിങ്ങൾ മാപ്പ് കൊടുക്കുക എന്ന രീതിക്കാണ് കാണുന്നത്. ഓക്കെ, നിങ്ങൾ പറ്റിയാൽ മാപ്പ് കൊടുക്കുക അവരെ. ഇവൻ ഒന്നിച്ചായോ ഇല്ലേ എന്നുള്ള രീതിയിലല്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് മനസ്സുകൊണ്ട് ഫൊർഗിവ്നെസ് കൊണ്ടുവരൂ നിങ്ങൾ. ഓക്കെ, എന്നാൽ ആ റിലേഷൻഷിപ്പ് ബെറ്റർ ആവും. അല്ലെങ്കിൽ ഏത് സിറ്റുവേഷൻ ആയാലും ശരി. ഓക്കെ, ഈവൻ ജോലി സ്ഥലത്തായാലും നിങ്ങൾ ആരോടെങ്കിലും എന്തെങ്കിലും കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ അവിടെയും അത് ബെറ്റർ ആവാനുള്ള സാധ്യതയാണ്. പക്ഷേ ഇത് കൂടുതലും നമുക്ക് റിലേഷൻഷിപ്പാണ് വരുന്നത്. സോൾമേറ്റ് ആണ് എന്നുള്ള രീതിയിൽ നിങ്ങളുടെ കൂടെ ഉള്ളത് ഒരു സോൾമേറ്റ് ഉണ്ട്, നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ടൊരു സോൾമേറ്റ് ഉണ്ട് എന്നാണ് കാണുന്നത്. ഓക്കെ, സോ ഇവിടെ അതുകൊണ്ടാണ് നമുക്ക് ഡബിൾ കൺഫർമേഷൻസ് വന്നത്. കപ്പിളായിട്ട് വന്നു. ഓക്കെ, എംപറർ എംപ്രസ് കപ്പിളാണ്, അതുപോലെ തന്നെ കിങ് ഓഫ് വൺസ് ക്വീൻ ഓഫ് വൺസ് കപ്പിളാണ്. ഓക്കെ, സോ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പാർട്ട്ണർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ ഒരു ഫൊർഗിവ്നെസ് കൊണ്ടുവന്ന് അവിടെ അത് ശരിയാവും എന്ന രീതിക്കാണ്. നിങ്ങൾ തമ്മിൽ റിന്യൂവൽ, ഞാൻ പറഞ്ഞില്ലേ, ഓക്കെ, റിന്യൂവൽ വരുന്നതിന് മുമ്പ് പക്ഷേ ഒരു ഫൊർഗിവ്നെസ് അവിടെ വേണ്ടി വരും. ആൻഡ് മിറക്കിൾ എന്ന് കാണുന്നുണ്ട്. സോ യെസ്, ഇത് കുറച്ച് പേർക്ക് ഞാൻ പറഞ്ഞ പോലെ അഗൈൻ ജോലിയിൽ, കരിയറിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ടാലൻറ്റ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾക്കൊരു മിറക്കിൾ പോലെ ചിലപ്പോൾ അത് നിങ്ങൾക്ക് വളരെയധികം ഗ്രോത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആ ടാലൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ മുന്നോട്ട് പോകാനോ നിങ്ങൾക്കത് ഏണിംഗ് ഉണ്ടാക്കാനോ ഒക്കെ സാധിക്കും. ഒരു മിറക്കിൾ സംഭവിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ ഈവൻ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ആയാലും കരിയറിലായാലും എന്ത് കാര്യത്തിലായാലും ഇവിടെ ഒരു മിറക്കിൾ നിങ്ങൾക്ക് വരാൻ പോകുന്നു എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് 15 days എനർജിയാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, സോ എന്തായാലും എല്ലാവരും പോസിറ്റീവായിട്ടിരിക്കാം. നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.